നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇന്ന് റയൽ മാഡ്രിഡ് ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് കളിക്കുകയാണ്. ഇതെന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ആ കളി നടക്കുക. കളിയിൽ കിലിയൻ എംബാപ്പെ സ്റ്റാർട്ട് ചെയ്യുമോ? ചോദ്യം സാബി അലോൺസോയോടാണ്. നമുക്കറിയാം, ഈ ടൂർണമെൻറ്റിൽ പരിക്ക് കാരണം അദ്ദേഹം ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ കളിയിൽ കളിച്ചു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. സാബി അലോൺസോയുടെ മറുപടി: ഞങ്ങൾ ആ കാര്യത്തിൽ തീരുമാനം നാളെ രാവിലെ എടുക്കുകയുള്ളൂ. അതായത് ഇന്നലെ അദ്ദേഹം പറയുകയാണ്, ഇന്നാണ് ആ തീരുമാനം എടുക്കുകയുള്ളൂ. പ്ലെയേഴ്സ് ആദ്യം മനസ്സിലാക്കട്ടെ അവർക്ക് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതാണ് എൻ്റെ രീതി. അത് ഈ പ്രസ് കോൺഫറൻസിലല്ലല്ലോ പറയേണ്ടത്. പ്ലെയേഴ്സുമായിട്ട് സംസാരിച്ച് അതിനുശേഷമാണ് തീരുമാനമെടുക്കുക എന്നാണ് സാബി അലോൺസോ ആ കാര്യത്തിൽ പറഞ്ഞത്. അതോടൊപ്പം ആരാധകർ മനസ്സിലുള്ളൊരു ചോദ്യമുണ്ടല്ലോ, ആരാധകരുടെ മനസ്സിലുള്ള ചോദ്യം: ഇപ്പോൾ എംബാപ്പെ വന്നാൽ ഗോൺസാലോ ഗാർസിയെ പുറത്തെടുത്തുമോ? കാരണം പയ്യൻ മികച്ച കളിയാണ് കളിച്ചിട്ടുള്ളത്. അതിൽ രണ്ടുപേരെയും ഒരുമിച്ച് കളിപ്പിക്കുമോ? ചോദ്യം അതാണ്. ക്യാൻ എംബാപ്പെ ആൻഡ് ഗോൺസാലോ പ്ലേ ടുഗെദർ? മാധ്യമങ്ങൾ അത് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി: യെസ്, ദേ ആർ കോംപ്ലിമെൻ്ററി, ദേ കുഡ് ബി കോംപ്ലിമെൻ്ററി. അവർക്ക് അങ്ങനെ ഒരുമിച്ച് കളിക്കാൻ പറ്റും. ഈ മാച്ച് കോണ്ടെക്സ്റ്റ് അത് അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഉപയോഗിക്കും. അത് ഞാനിപ്പോൾ ഡിസ്കാർഡ് ചെയ്യുന്നില്ല. വേണ്ടി വന്നാൽ രണ്ടുപേരെയും ഒരുമിച്ച് കളിപ്പിക്കും. അപ്പോൾ എൻട്രിക്ക് പരിക്കേറ്റ് പുറത്താണല്ലോ. എൻട്രിക്ക് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഗോൺസാലോ ഗാർഷ്യ ഉണ്ട്, എംബാപ്പെ ഉണ്ട്. ഇനി എൻട്രിക്കിന് അവിടെ സ്ഥാനമുണ്ടോ എന്നുള്ള ചോദ്യം. അപ്പോൾ അതിൻ്റെ മറുപടി: ഐ ആം കൗണ്ടിങ് ഓൺ എൻട്രിക്ക്, ഗോൺസാലോ ആൻഡ് എംബാപ്പെ, 3 പേരെയും ഞാൻ പരിഗണിക്കുന്നുണ്ട്. എൻട്രിക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. അവനിപ്പോഴും പരിക്കിൽ നിന്ന് റിക്കവറായി വരികയാണ്. എന്തായാലും ഇപ്പോൾ ഈ കാര്യത്തിലൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു വേൾഡ് കപ്പിലല്ലേ ഉള്ളത്. അതിൻ്റെ ഇമ്മീഡിയറ്റ് പെർഫോമൻസിലാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് മുഴുവനും. അതൊരു ഇൻറ്റൻസ് കോമ്പറ്റീഷനാണ്. മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നുകൂടി സാബി അലോൺസോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.